രാവിലെ 10 മണിയോടുകൂടിയാണ് ഗവർണർ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് പരിപാടികൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹം എത്തുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതുപ്രകാരം അദ്ദേഹം ഇപ്പോൾ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ച ഹാളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ ഉള്ള ഒരു ജനങ്ങളുടെ ഒരു ഒഴുക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. 19 വയസ്സ് പ്രായം വീടിൻ്റെയും നാടിൻ്റെയും എല്ലാം സ്വപ്നമായിരുന്ന ഒരു കൂട്ടം പഠിച്ചിരുന്ന ക്യാമ്പസുകളിലെല്ലാം ഏറ്റവും പ്രിയരായിരുന്ന ആ വിദ്യാർത്ഥികൾ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ അത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായി ഇവിടെ നിന്ന് മാറുന്നു കണ്ടതാണ്. എന്തായാലും ഗവർണർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. മന്ത്രിമാരടക്കമുള്ളവർ രാവിലെ മുതൽ തന്നെ ഇവിടെ പൊതുദർശനത്തിനായി സജ്ജീകരിച്ചിരുന്ന ആശുപത്രികളിലുമായി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കാൻ അങ്ങനെ എന്തായാലും ഇപ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള നിരവധി പൊതുപ്രവർത്തകർ അവിടേക്ക് ഈ കുട്ടികളുടെ ഭൗതിക ശരീരത്തെ ആദരാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ, മന്ത്രി സജി ചെറിയാൻ, മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ആ പ്രദേശത്തെയും മറ്റുമുള്ള പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതിലേറ്റവും ഹൃദയഭേദകമായി തോന്നിയത് ഭണ്ഡാരം മെഡിക്കൽ കോളേജിലെ ഈ കുട്ടികളുടെ തന്നെ സഹപാഠികളായിട്ടുള്ള അവരുടേതായിരുന്നു. ഏതാണ്ട് 1.5 മാസമായിട്ടേ ഉള്ളൂ നേരത്തെ ആസിഫ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അവർ ഈ കോഴ്സിന് അവിടെ വന്ന് ചേർന്നിട്ട്. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായുണ്ടായ ഒരു വാഹനാപകടത്തിൽ, അതിശക്തമായിട്ട് പെയ്ത മഴയിലുണ്ടായ വാഹനാപകടത്തിൽ ആ കുട്ടികളിൽ 5 പേര് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. 6 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. അതിൽ ഒരാളുടെ നില ഒരല്പം ഗൗരവതരമാണ്. ബാക്കി 5 പേരുടെയും നില ബുദ്ധിമുട്ടുകളില്ലാത്ത നിലയിലാണ് എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പക്ഷേ ഏറ്റവും ദുഃഖകരമായ കാര്യം 5 ചെറുപ്പക്കാർ 19 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ആ നിലക്ക് അവരുടെ വീട്ടുകാർക്ക്, രക്ഷിതാക്കൾക്ക് ഏറ്റവും ആനന്ദകരമായിരുന്ന ഒരു സമയത്ത് തന്നെ അങ്ങേയറ്റം അപ്രതീക്ഷിതമായിട്ട് അവർ ജീവിതത്തിന് വിടവാങ്ങിയാണ് ഉണ്ടായത്.